ഇന്ന് നമ്മൾ നോക്കുന്നത് ഒക്ടോബർ 15 PSC ബുള്ളറ്റിനിൽ വന്ന കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യം കുറച്ച് പുരസ്കാരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, നോക്കാം. ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണന്. പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. NK ദേശം പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്ക്. NK ദേശം പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർ. പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക്. പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. തമിഴ്നാട് സർക്കാർ നൽകുന്ന MS സുബ്ബലക്ഷ്മി പുരസ്കാരം KJ യേശുദാസിന്. അപ്പോൾ MS സുബ്ബലക്ഷ്മി പുരസ്കാരം നൽകുന്നത് തമിഴ്നാട് സർക്കാരാണ്, അത് ലഭിച്ചത് KJ യേശുദാസിന്. കർണാടക സർക്കാരിൻ്റെ ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ രാമചന്ദ്ര ഗുഹയ്ക്ക്. കർണാടക സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം. അത് ലഭിച്ച പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമാണ് രാമചന്ദ്ര ഗുഹ. 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം NS മാധവന്. 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് NS മാധവന്. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് E സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന നോവൽ അർഹമായി. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് E സന്തോഷ് കുമാർ, കൃതി തപോമയുടെ അച്ഛൻ. PV സ്വാമി അവാർഡ് K മാധവന്. PV സ്വാമി അവാർഡ് ലഭിച്ചത് K മാധവന്. മലയാറ്റൂർ അവാർഡ് E സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിന്. അപ്പോൾ വയലാർ പുരസ്കാരവും മലയാറ്റൂർ അവാർഡും ലഭിച്ചത് E സന്തോഷ് കുമാറിനാണ്, കൃതി തപോമയുടെ അച്ഛൻ. സംഗീത സംവിധായകൻ ജോൺസൺ സ്മാരക പുരസ്കാരം ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. ജോൺസൺ സ്മാരക പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഗാനരചയിതാവായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. പ്രഥമ മലയാളി പുരസ്കാരം എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണന്. പ്രഥമ മലയാളി പുരസ്കാരം ലഭിച്ചത് മേതിൽ രാധാകൃഷ്ണനാണ്. TP മാധവൻ പുരസ്കാരം ലഭിച്ചത് നടന്മാരായ മധുവിനും ജഗതി ശ്രീകുമാറിനും. TP മാധവൻ പുരസ്കാരം ലഭിച്ച നടന്മാരാണ് മധു, ജഗതി ശ്രീകുമാർ. TG ഹരികുമാർ പുരസ്കാരം K ജയകുമാറിന്. TG ഹരികുമാർ പുരസ്കാരം ലഭിച്ചത് K ജയകുമാറിന്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുറച്ചും കൂടി നോക്കാം. പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ആലങ്കോട് ലീലാകൃഷ്ണൻ. പിന്നെ 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് E സന്തോഷ് കുമാറിനാണ്, കൃതി തപോമയുടെ അച്ഛൻ എന്ന നോവലാണ്. മലയാറ്റൂർ അവാർഡും E സന്തോഷ് കുമാറിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി ഗിരീഷ് ചന്ദ്ര മുർമു നിയമിതനായി. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായതാരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. പ്രവീൺ കുമാർ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് പ്രവീൺ കുമാർ. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് പ്രവീൺ കുമാർ. ഡാനിയൽ കാറ്റ്സ് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായി. അപ്പോൾ IMFന്റെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ഡാനിയൽ കാറ്റ്സ്. R വെങ്കിട്ടരമണി ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായി. അപ്പോൾ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായ വ്യക്തിയാണ് R വെങ്കിട്ടരമണി. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സനെ തകായിച്ചി തിരഞ്ഞെടുക്കപ്പെട്ടു. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സനെ തകായിച്ചി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇന്ത്യയിലെത്തി. അപ്പോൾ ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേരാണ് കെയർ സ്റ്റാമർ. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായി പ്രകാശ് രാജ് നിയമിതനായി. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായി നിയമിതനായത് പ്രകാശ് രാജ്. ശുഭാംശു ശുക്ലയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ശുഭാംശു ശുക്ല.
ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി സെർജിയോ ഗോറിനെ തിരഞ്ഞെടുത്തു. ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി തിരഞ്ഞെടുത്തത് സെർജിയോ ഗോർ. അടുത്തത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുപ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരമാണ് ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യയുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. R. റോഷൻ രചിച്ച രത്തൻ ടാറ്റയുടെ ജീവചരിത്ര ഗ്രന്ഥം രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ പ്രകാശനം ചെയ്തു. അപ്പോൾ രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ എന്നുള്ളത് രത്തൻ ടാറ്റയുടെ ജീവചരിത്രമാണ്. അത് രചിച്ചത് R. റോഷൻ. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച ചൈന. അപ്പോൾ കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യമാണ് ചൈന. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെ വിസ എന്ന പേരിൽ പുതിയ വിസ ചൈന ആരംഭിച്ചത്. വിനോദസഞ്ചാര മേഖലയിൽ വൃത്തി ഉറപ്പിക്കാൻ ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ പദ്ധതി കേരളത്തിലെ 14 ജില്ലകളിലും നടപ്പാക്കാൻ തയ്യാറെടുത്ത് കേരള ടൂറിസം വകുപ്പ്. അപ്പോൾ കേരള ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. വിനോദസഞ്ചാര മേഖലയിൽ വൃത്തി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. 14 ജില്ലകളിലും നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സംസ്ഥാനത്തെ വനം റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. സംസ്ഥാനത്തെ വനം റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വനരക്ഷ. കേരള മീഡിയ അക്കാദമിയുടെ അന്താരാഷ്ട്ര മാധ്യമോത്സവം നടന്നത് തിരുവനന്തപുരത്ത്. കേരള മീഡിയ അക്കാദമിയുടെ അന്താരാഷ്ട്ര മാധ്യമോത്സവം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരം. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കാൻ കേന്ദ്ര സർക്കാർ. ബയോ കണക്ട് ഇന്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവ് കോവളത്ത് നടന്നു. ബയോ കണക്ട് ഇന്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവ് നടന്ന സ്ഥലം കോവളം. ഇന്ത്യയും UK-യും സംയുക്തമായി നടത്തിയ നാവികാഭ്യാസമാണ് കൊങ്കൺ 25. അപ്പോൾ ഇന്ത്യയും UK-യും സംയുക്തമായി നടത്തിയ നാവികാഭ്യാസത്തിന്റെ പേരെന്താണ്? കൊങ്കൺ 25. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും UK-യും. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളമായി നവി മുംബൈ. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലം നിർമ്മിച്ച് ചൈന. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലം എവിടെയാണ് നിർമ്മിച്ചത്? ചൈനയിൽ. അതിൻ്റെ പേരാണ് ഹുവ ജിയാങ് ഗ്രാൻഡ് കാന്യോൺ. അപ്പോൾ ഹുവ ജിയാങ് ഗ്രാൻഡ് കാന്യോൺ എന്ന പാലം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ് ഹുവ ജിയാങ് ഗ്രാൻഡ് കാന്യോൺ. ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ബോഡിഗാർഡ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ തയ്യാറെടുത്ത് ഇന്ത്യ. ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ബോഡിഗാർഡ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അടുത്തത് ഇതിൽ 2025 നോബൽ പ്രൈസ് ജേതാക്കളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തത് 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെന്റൽ പ്രോഗ്രാം UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം കരസ്ഥമാക്കി ഇന്ത്യക്കാരിയായ ജിനാലി മോദി. 2025 UNEPയുടെ യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചത് ജിനാലി മോദി, ഇന്ത്യക്കാരിയാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലം നിർമ്മിച്ച് ചൈന. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലം എവിടെയാണ് നിർമ്മിച്ചത്? ചൈനയിൽ. അതിൻ്റെ പേരാണ് ഹുവ ജിയാങ് ഗ്രാൻഡ് കാന്യോൺ. അപ്പോൾ ഹുവ ജിയാങ് ഗ്രാൻഡ് കാന്യോൺ എന്ന പാലം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ് ഹുവ ജിയാങ് ഗ്രാൻഡ് കാന്യോൺ. ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ബോഡിഗാർഡ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ തയ്യാറെടുത്ത് ഇന്ത്യ. ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ബോഡിഗാർഡ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അടുത്തത് ഇതിൽ 2025 നോബൽ പ്രൈസ് ജേതാക്കളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തത് 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെന്റൽ പ്രോഗ്രാം UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം കരസ്ഥമാക്കി ഇന്ത്യക്കാരിയായ ജിനാലി മോദി.
2025 UNEP-യുടെ യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചത് ജിനാലി മോദി ഇന്ത്യക്കാരിയാണ്. സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബ്. അപ്പോൾ സൗരയൂഥത്തിന്റെ അതിർത്തിയാണ് ഹീലിയോസ്ഫിയർ. അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബ്. അപ്പോൾ ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബ് ആദ്യ ദൗത്യമാണ് നാസയുടെ ആണ്. എന്തിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ഹീലിയോസ്ഫിയറിനെ കുറിച്ച്. ഹീലിയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിന്റെ അതിർത്തിയാണ് ഹീലിയോസ്ഫിയർ. ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുനിന്ന് 17 കിലോമീറ്റർ അകലെയുള്ള ശ്രീവിജയപുരത്ത് വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തി. അപ്പോൾ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയ ആൻഡമാൻ ദ്വീപുകളുടെ അടുത്തുള്ള സ്ഥലമാണ് ശ്രീവിജയപുരം. അത് ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുനിന്ന് 17 കിലോമീറ്റർ അകലെയാണ് ശ്രീവിജയപുരം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം മഡ് വോൾക്കാനോ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബാരാതാങ്ങിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്, ബാരാതാങ്ങിൽ. ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ തുരങ്ക റോഡ് നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. അപ്പോൾ കേന്ദ്ര സർക്കാർ തുരങ്ക റോഡ് നിർമ്മിക്കുന്നത് ഏത് നദിയുടെ അടിയിലൂടെയാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ രണ്ടാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആന്ത്രോത്ത് കമ്മീഷൻ ചെയ്തു. ഇന്ത്യയുടെ രണ്ടാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് ആന്ത്രോത്ത്. 6 പതിറ്റാണ്ടത്തെ സേവനത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങി MiG-21 യുദ്ധവിമാനം. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനമാണ് MiG-21 യുദ്ധവിമാനമാണ്. അത് 6 പതിറ്റാണ്ടത്തെ സേവനത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങി. ഒഡീഷയിലെ ബാലസോറിലെ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അപ്പോൾ 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് അഗ്നി മിസൈൽ. അത് എവിടെ നിന്നാണ് പരീക്ഷിച്ചത്? ഒഡീഷയിലെ ബാലസോറിൽ. അടുത്തത് കുറച്ച് സ്പോർട്സ് വാർത്തകളാണ്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഡൽഹിയിൽ നടന്നു. അപ്പോൾ ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു? ഡൽഹി. ഇംഗ്ലീഷ് ക്രിക്കറ്റ് ഓൾറൗണ്ടർ ക്രിസ് വോക്സ് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ക്രിസ് വോക്സ് ക്രിക്കറ്റ് താരമാണ്. ഇംഗ്ലീഷ് ക്രിക്കറ്റ് ഓൾറൗണ്ടറാണ് ക്രിസ് വോക്സ്. അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചു. സാഫ് അണ്ടർ 17 ഫുട്ബോളിൽ ഇന്ത്യക്ക് കിരീടം. ഫൈനലിൽ ബംഗ്ലാദേശിനെ ഷൂട്ടൌട്ടിൽ 4-1 പരാജയപ്പെടുത്തി. അപ്പോൾ സാഫ് അണ്ടർ 17 ഫുട്ബോളിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ആരെയാണ് തോൽപ്പിച്ചത്? ബംഗ്ലാദേശിനെ. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചു. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി നിയമിതനായ വ്യക്തിയാണ് ശുഭ്മാൻ ഗിൽ. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ട. 2026 ഇനി നടക്കാൻ പോകുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരാണ് ട്രയോണ്ട. $1 ബില്യൺ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. $1 ബില്യൺ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയ വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമായി ഇന്ത്യയുടെ സ്മൃതി മന്ദാന. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമാണ് സ്മൃതി മന്ദാന. ഇന്ത്യ പുതുതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈലാണ് അനന്തശാസ്ത്ര. അപ്പോൾ ഇന്ത്യയുടെ പുതിയ ഭൂതല വ്യോമ മിസൈലാണ് അനന്തശാസ്ത്ര.